Hi friends, welcome back to Nishtri. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെയ്സി ഫ്ലവർ ആണ്. അപ്പോൾ നല്ല ഭംഗിയാണ് ഡെയ്സി കാണാൻ. റെഡ് കളറിലുള്ള ഫ്ലവർ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇത്ര ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത്. 60 സെന്റിമീറ്ററിൽ ക്രേപ്പ് പേപ്പർ ആണ് യെല്ലോ കളറിൽ എടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ എടുത്തിട്ടുള്ളത് ഫിനിക്സ് പേപ്പർ ആണ് 15 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. യെല്ലോ കളറിൽ വീണ്ടും 20 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീതി എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ആണ്. പിന്നെ നമ്മുടെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫോം ഷീറ്റിന് ഒരു നിർബന്ധമില്ല ഫോം ഷീറ്റ് തന്നെ വേണമെന്ന്. നമ്മൾ സാധാരണ നമ്മുടെ ക്രേപ്പ് പേപ്പറോ അല്ലെങ്കിൽ ഫിനിക്സ് പേപ്പറോ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് അവൈലബിൾ ആവാത്തതുകൊണ്ടാണ് ഞാൻ ഫോം ഷീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ വേണമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ക്രേപ്പ് പേപ്പർ അല്ലെങ്കിൽ ഫിനിക്സ് പേപ്പർ വെച്ച് ചെയ്യാം. ഇങ്ങനെ അതിന് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ചെറിയ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഇതുപോലെ ഒരു കമ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ കമ്പിയാണല്ലോ അല്ലേ എടുക്കാറുള്ളത്. അപ്പോൾ കമ്പി വേണ്ട. ഡെയ്സിയുടെ ഈ തണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വണ്ണമുള്ള തണ്ടാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ കമ്പെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ ആണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതിന് നമുക്ക് ജസ്റ്റ് വളച്ചു കൊടുക്കുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പശ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. പശ തേച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു നൂലിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. എന്നെങ്കിൽ അത് അവിടെ നന്നായിട്ട് അവിടെ ടൈറ്റായിട്ട് നിന്നോളും. മാത്രമല്ല നമ്മൾ ഈ ചുറ്റി കൊടുത്ത സംഭവം ഉണ്ടല്ലോ, അത് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയും കൂടി വേണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യെല്ലോ പീസ് പേപ്പേഴ്സ് ഉണ്ട്, അത് എടുക്കുക. യെല്ലോ പേപ്പർ എടുക്കുമ്പം രണ്ടും ഒരേ കളറിൽ തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കണമാവും നല്ലത്. ഞാനിവിടെ രണ്ട് കളറിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒന്ന് ഫിനിക്സിലും ഒന്ന് ക്രേപ്പിലും വന്നത്. ക്രേപ്പിൽ വന്നത് കുറച്ചൊരു ഇളം കളറും മറ്റേത് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറുമാണ്. അപ്പോൾ ഇതിന് 1.5 സെന്റിമീറ്റർ ആണ് വീതി. നീളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 60 സെന്റിമീറ്റർ ഒന്നിൻ്റെ നീളം എടുത്തു. പിന്നെ മറ്റേതിൽ ഒരു 20 സെന്റിമീറ്റർ എടുത്തു. അപ്പോൾ ടോട്ടൽ 80 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഇതിനെ രണ്ടിനെയും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ബ്ലാക്കിൽ ചെയ്തില്ലേ, അതുപോലെ ചെറിയ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ 2 പീസ് യെല്ലോ പേപ്പറും നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. വളച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കത്രിക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് സൈഡാണോ നമുക്ക് വേണ്ടത് ആ സൈഡിലേക്കൊന്ന് വലിച്ചു കൊടുക്കണം. രണ്ടും ഇതുപോലെ ചെയ്യട്ടോ. ക്രേപ്പ് പേപ്പറിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഫിനിക്സിൽ ചെയ്യുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല, കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട്. ഇനി ഈ 2 യെല്ലോ പീസും ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്തു വെച്ച ഈ ഒരു കമ്പിലേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ പശ തേച്ചൊട്ടിച്ചിട്ട് നമ്മൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പം എല്ലാം 1.5 സെന്റിമീറ്റർ വീതിയിലാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം വീതിയൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇതുപോലെ ഒരുപോലെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. 2 പീസ് യെല്ലോ പേപ്പറും ചുറ്റിയെടുക്കണം അതുപോലെ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ പാടില്ല. ശ്രദ്ധിച്ച് ഒരുപോലെ ഒരേ ലെവലിൽ തന്നെ ചുറ്റിയെടുക്കുക.
ഇപ്പം നമ്മൾ നന്നായിട്ട് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് സെൻറ്ററൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ റെഡ് പേപ്പർ എടുക്കുക. ഇത് ഫിനിക്സ് പേപ്പർ ആണല്ലോ, അപ്പോൾ കുറച്ചൊന്ന് വലിച്ചു കൊടുക്കുക, കുറച്ചൊരു വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇനി ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത പോലെയല്ല, ഇതിൻ്റെ അറ്റൊന്ന് കൂർപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. നേരത്തെ നമ്മൾ പ്ലെയിൻ ആയിട്ട് കട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അറ്റം ഒന്ന് കൂർപ്പിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, നല്ല രസമാണ് കാണാൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് എതളുകൾ കട്ട് ചെയ്യണം. അപ്പോൾ എതളുകൾ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു മോഡലിലാണ്. അറ്റം ഇതുപോലെ റാ ഷേപ്പിലുള്ള നീണ്ടിട്ടുള്ള ഇതളാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 6.5 സെൻറ്റിമീറ്റർ നീളം എടുക്കുക, അതുപോലെ 7 സെൻറ്റിമീറ്റർ വീതി എടുക്കുക. അപ്പോൾ വീതി എന്ന് പറഞ്ഞാൽ, വീതി മീൻസ് അപ്പം നമ്മൾ കട്ട് ചെയ്ത് വരുമ്പം ഇതിൻ്റെ എതളിൻ്റെ നീളം 7 സെൻറ്റിമീറ്റർ ആവും ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ വീതിയാണ് 6.5 എടുക്കേണ്ടത്. ഇനി ഇതുപോലെ ജസ്റ്റ് നല്ല നീളമുള്ളൊരു എതളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഡെയ്സീൻ്റെ എതള് ഇതിലേക്കൊന്ന് പേന എടുത്തിട്ട് വരച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി അത് എവിടെയും വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ചൂണ്ടുവിരലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വാർന്നു കൊടുക്കുക മീൻസ് കണ്ടാൽ മനസ്സിലാവില്ലേ, ഇങ്ങനെ ചെയ്യുക. കണ്ടോ, അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇങ്ങനെ വളഞ്ഞൊരു ആകൃതിയിൽ വരും ഫ്ലവറിൻ്റെ എതള്. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ കത്രിക എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ചെയ്താലും ഇതുപോലെ വളഞ്ഞു കിട്ടും ആ ഒരു സംഭവം. അപ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ നന്നായിട്ട് വളഞ്ഞില്ലേ. ഇനി എല്ലാ എതളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ കംപ്ലീറ്റ് എതളുകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെൻറ്ററല്ല, നമ്മൾ റെഡിയാക്കി വെച്ച ഈ സംഭവമില്ലേ, ഇതിലേക്ക് നമ്മൾ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അതിന് നന്നായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കുക. കുറച്ച് തേച്ചാൽ പോരെ, നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ വീതി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ, വീതി മീൻസ് ഈ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ആ 1.5 സെൻറ്റിമീറ്റർ മൊത്തമായിട്ട് നമ്മൾ ഒന്ന് പശ തേച്ച് കൊടുത്തിട്ട് ഓരോരോ എതളുകളായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പം വിടവൊന്നും അധികം വരാൻ പാടില്ല. തീരെ വിടവില്ലാത്ത രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ലെയർ, ആദ്യത്തെ ബാച്ച് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് നൂലെടുത്തിട്ട് ചുറ്റി കൊടുക്കുക. അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ഡെയ്സിയുടെ രൂപത്തിലേക്ക് നമ്മുടെ ഈ ഫ്ലവർ ഇങ്ങനെ മാറുന്നത്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് വളച്ചിട്ടാണ് ഫ്ലവർ വെച്ചത്. അപ്പോൾ ഇനി ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ പുറകുവശത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതിയാവും. ഇനി അടുത്ത ലെയർ നമ്മൾ ചെയ്യാണ്. അടുത്തത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓരോരോ ഇതളുകൾ വെച്ചില്ലേ, ഓരോന്നായിട്ട് വെച്ചു. അതിൻ്റെ നടുക്കാണ് ഇനി അടുത്ത ഇതൾ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പശ തേച്ചെടുക്കുക. പശ തേച്ച ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ശ്രദ്ധിച്ചില്ലേ എവിടെയാണോ ഇതൾ വെച്ചതെന്ന്? എവിടെയാണോ സ്പേസ് ഉള്ളത് അവിടെയാണ് ഇതൾ വെക്കേണ്ടത്. അപ്പോൾ എല്ലാ ഇതളും ഇതുപോലെ നമ്മൾ വെച്ച് വരുമ്പം ലാസ്റ്റ് ഒരു സ്പേസും ഇല്ലാതാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഫ്ലവർ നിർത്തുക. ഏകദേശം ഒരു 20-24 ഇതളുകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്ര ഇതൾ വെച്ചിട്ടാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത്ര വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാവും ഏറ്റവും നല്ലത്. ഫ്ലവർ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇതിൻ്റെ ഒരു പരിവന്ന്. അപ്പം അങ്ങനെ വരുമ്പം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇതളുകളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പം ഏകദേശം ഓക്കെയാണ്, വേറെ സ്പേസ് ഒന്നുമില്ല. അപ്പം ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ വെക്കാനുള്ള സംഭവം കട്ട് ചെയ്തെടുക്കണം. അപ്പം ജസ്റ്റ് ഒരു 8 സെൻറ്റിമീറ്റർ എടുക്കുക. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ അറ്റം കൂർപ്പിച്ചിട്ട് നേരത്തെ നമ്മൾ നടുക്ക് വെക്കാൻ വേണ്ടി കട്ട് ചെയ്തില്ലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സാധാരണ എല്ലാ ഫ്ലവറിൻ്റെയും താഴെ വെക്കാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ശരിക്കും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ ഒന്നിനുമല്ല. നന്നായിട്ടൊന്ന് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെറിയ ഭാഗം മാത്രം ഫ്ലവറിൽ മതി, ബാക്കി ഭാഗം നമുക്ക് ഈ സ്റ്റെമ്മിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ കണ്ടോ, ഞാൻ ഈ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക, കണ്ടില്ലേ, താഴ്ഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനും കൂടെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്യുമ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ എങ്കിലും വീതി വേണം. നീളം 8 സെൻറ്റിമീറ്റർ പറഞ്ഞല്ലോ. ബാക്കി വരുന്ന സംഭവം താഴെ ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കുക. ഇനി ഗ്രീൻ ടാപ്പ് ചുറ്റുക. സാധാരണ നമ്മൾ എല്ലാ ഫ്ലവർ ചെയ്യുമ്പോഴും ലീഫും വെക്കാറുണ്ടല്ലേ. ഡെയ്സിക്ക് ലീഫ് വേണ്ട, ലീഫില്ലാതെ തന്നെ ഡെയ്സിനെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ലീഫില്ലാതെ തന്നെ ചെയ്യാം. ഇനി ലീഫ് വേണം എന്നുള്ളവർ ഒന്ന് വെച്ചോളാം, രസമല്ലേ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇതിന് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം. നമ്മൾ സെൻറ്ററിൽ ഒരു സംഭവം വെച്ചില്ലേ, അറ്റം കൂർപ്പിച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ വരച്ചു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം അവിടെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ശരിക്കും വരില്ല. മാർക്കർ കൊണ്ട് ചെയ്യുമ്പം സാധാരണ നമ്മുടെ പെന്നുണ്ടല്ലോ, പെന്നല്ല ഈ കളർ പെന്ന് വെച്ച് ചെയ്യുമ്പം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മുടെ ഡെയ്സി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ച് കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയാണ് നമ്മൾ ഒരു ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് എവിടെയും വെച്ചാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പമാണ് സംഭവം, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. കോംപ്ലിക്കേഷൻസ് ഒന്നും അധികം ഇല്ലല്ലോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻ്റായിട്ട് പറയാം. അങ്ങനെ കമൻ്റായിട്ട് എന്തെങ്കിലും പറയുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാം. താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.